നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻ്റെ അമ്മോ, എന്താണ് ഇവന്മാർ ചെയ്യുന്നത്? ഫുട്ബോളാണോ അതോ WWE ആണോ? ഒരു ഫ്രണ്ട്ലി മാച്ചിലിടോ, എന്നിട്ടാണ് ഇത്തരത്തിൽ അടി കൂടുന്നത്. പെഡ്രോ നെറ്റോ ഒക്കെ ഈ പോക്ക് പോയാൽ പോർച്ചുഗലിന് വേൾഡ് കപ്പിൽ ഒരു ലാബിലിറ്റി ആകുമോ എന്നുള്ളതാണ് ചോദ്യം. കളി രണ്ടാം പകുതിയിലെത്തുമ്പോഴാണ് മെക്സിക്കോയുടെ താരവുമായിട്ട് കോർക്കുന്നത്. സംഭവം ഹീസസ് ഗലാഡോയും പെഡ്രോ നെറ്റോയും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു അടി, അവർ തമ്മിലിങ്ങനെ ഒരു ഉരസൽ ബോൾ നീക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ഈ ഉന്തും തള്ളിലേക്ക് പോയതും കഴുത്തിന് ഇങ്ങനെ പിടിക്കുന്നു ഇടിക്കുന്നു. പിന്നെ ബോക്സിംഗ് ആണോ WWE ആണോ എന്ന് തോന്നിപ്പോയി. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയത്. ഫ്രണ്ട്ലി മാച്ചാണോ ഇത്? ഫ്രണ്ട്ലി മാച്ച്. എന്നിട്ട് ഈ പണിയൊക്കെ ചെയ്തിട്ടോ ഒന്നും നടന്നില്ല. ഗോൾ രണ്ട് ടീമിന് അടിക്കാൻ പറ്റിയില്ല. 41കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗലിന് ഗോളുമില്ല വിജയവുമില്ല എന്ന് തെളിഞ്ഞ മത്സരമാണ് ഇന്ന് കടന്നുപോയത്. ഗോൺസാലോ റാമോസ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഗോൾ രഹിത സമനില. പോർച്ചുഗൽ വേഴ്സസ് മെക്സിക്കോ മത്സരം ഗോൾ രഹിത സമനില. വേൾഡ് കപ്പ് എടുക്കാനുള്ള ടീമുണ്ട്, വേൾഡ് കപ്പ് എടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ പോർച്ചുഗീസ് ആരാധകർക്കുണ്ടെങ്കിൽ CR7 ഇല്ലെങ്കിൽ കേട്ടോ അതൊന്നും നടക്കില്ലട്ടോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഗോൺസാലോ റാമോസും ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും കോൺസിസാവോയും ഒക്കെ ഉണ്ടായിരുന്നു മുന്നേറ്റത്തിൽ. മറുഭാഗത്ത് ഹിമനസിനെ മുന്നിൽ നിർത്തി ഗ്യൂട്ടിയറസും വാർഗസും ഫിഡാൽഗോയും ആൽവരാഡോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ കാര്യം വ്യക്തമായിരുന്നു. ഗോളിലേക്കുള്ള വഴിയില്ല എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിന് തന്നെയായിരുന്നു ആധിപത്യം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഗോളിലേക്ക് ഷോട്ട് ഉതിർക്കുന്നതിൽ അവരും പരാജയപ്പെടും. ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടാണ് ആദ്യ പകുതിയിൽ അവർക്ക് ഉതിർക്കാൻ പറ്റിയത് എന്ന കാര്യം കൂടി നോക്കണം. അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ ബുദ്ധിമുട്ടി. രണ്ടാം പകുതിയിൽ ഇങ്ങനെ തന്നെ രണ്ട് ഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായി. പക്ഷേ ഗോളിലേക്ക് ഷോട്ട് ഉതിർക്കുന്നതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി തെളിയുന്നു, 41 വയസ്സുണ്ടാവും ക്രിസ്ത്യാനോക്ക്, ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ പോർച്ചുഗലിന്റെ സാധ്യത വളരെ വളരെ മങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.